പാലക്കാട് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറി. മുണ്ടൂർ 9-ാം മൈലിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആശുപത്രി മാലിന്യവുമായി പോവുകയായിരുന്ന ലോറി വിദ്യാർത്ഥികൾക്ക് നേരെ ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിന്റെ വിവരങ്ങളുമായി ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, ദാരുണമായൊരു സംഭവമാണ്. എന്താണ് നമുക്ക് പ്രാഥമികമായി ഈ അപകടവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗൂഗിൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന IMA മാലിന്യങ്ങളുമായി വരികയായിരുന്ന ലോറിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്ത് റോഡിന് സമീപത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 4 പേർക്കാണ് ഈ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്ക് പറ്റിയത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ പാലക്കാട് ഒരു സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്, എത്രമാത്രം പരിക്കുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അല്പസമയത്തിന് മുൻപാണ് ഈ ഒരു വിഷയത്തിൽ ഒരു അപകടം ഉണ്ടായത്. എത്രമാത്രം, അതായത് 4 പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയത്. കോഴിക്കോട് ഭാഗത്ത് നിന്നും പാലക്കാട് ഭാഗത്തേക്ക്, അതായത് IMA പ്ലാന്റിലേക്ക് വരികയായിരുന്ന വാഹനമാണ് ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് മേലിടിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. ഈ വാഹനത്തിന്റെ സാങ്കേതികമായിട്ടുള്ള മറ്റെന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ, അതോ അമിത വേഗത, അങ്ങനെ എന്തെങ്കിലും ആണോ? നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്, പരിമിതികളുണ്ട് ഈ ആദ്യഘട്ടത്തിൽ, എങ്കിലും ഊഹിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്താണ് ഈ അപകട കാരണമെന്ന് വ്യക്തമായിട്ടില്ല. കാരണം ഈ അപകടം ഉണ്ടായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രമാണ് സമയമാകുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ല, മനസ്സിലാവുന്നില്ല. ഒരു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ് 4 പേരും എന്നാണ് അറിയുന്നത്. അതിന് പുറമെ ഒരു പ്രദേശവാസികൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ 2 പേർക്കാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായി വരുന്നത്. അതിലൊരു വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. അതായത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലേ? അപ്പോൾ അവരുടെ പ്രായമൊക്കെ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് പള്ളിയിൽ പോയി മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. പേര് മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. 4 പേരും കോളേജ് വിദ്യാർത്ഥികളാണ്. പ്രദേശത്തെ, അതായത് മുണ്ടൂർ തന്നെയുള്ള അടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രദേശവാസി കൂടിയുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ 4 പേരിൽ 2 പേർക്കാണ് കൂടുതൽ പരിക്കുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അപകടത്തിന് കാരണം എന്നുള്ളത് അറിയില്ല. മഴയടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ പ്രധാനമായും ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നറിയില്ല. പിന്നീട് മാത്രമല്ല, ഈ വാഹനം എങ്ങനെയാണ് വന്നിരുന്നത് എന്നുള്ളതും നമുക്കറിയില്ല. സമീപത്തെ നടപ്പാതയ്ക്ക് സമീപം വരെ നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ വാഹനം എത്തി നിൽക്കുന്നതായി നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും 20 മിനിറ്റ് മുൻപാണ് ഈ അപകടം ഉണ്ടായത്. ഇനി എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകണം. മാത്രവുമല്ല, 4 പേർക്കാണ് പരിക്കേറ്റത്. 4 പേർക്ക് അത് പരിക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയെയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മറ്റുള്ളവരുടെ നില എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ച അപ്ഡേറ്റുകൾ വരുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുള്ളൂ ഈ അപകടം ഉണ്ടായിട്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രദേശവാസികൾ പറയുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പക്ഷേ അപകടം എങ്ങനെയായിരുന്നു, എത്രമാത്രം വേഗത്തിലായിരുന്നു വാഹനങ്ങൾ വന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമല്ല. ശരി ഗൂഗിൾ, കൂടുതൽ ഡീറ്റെയിൽസ് തേടുക, നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ വേഗം തന്നെ എത്തുക. മുണ്ടൂരിലെ അപകടം ഒരുപക്ഷെ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. കാരണം ഇത്ര അധികം മാലിന്യമൊക്കെ കയറ്റി വരുന്ന ലോറിയാകുമ്പോൾ വലിയ വാഹനം, ആ ലോറി നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നതിൻ്റെ ഒരു സ്റ്റില്ലാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്.